ശത്രുവിനെ പൂർണ്ണമായിട്ടും താർക്കണം. നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഇവിടെ ജനാധിപത്യവും നിയമവും ഒക്കെയാണ് ഭരിക്കുന്നത് എന്നുള്ളത്. തെറ്റായ ഒരു കാര്യമാണ്. ഇവിടെ പച്ചയായ ക്രൂരതയാണ് ഇവിടെ ശരിക്കും ഭരിക്കുന്നത്. നിങ്ങൾ ഒരാളെ ദയ കാണിച്ചിട്ട് വെറുതെ വിട്ടു നോക്ക്, നിങ്ങൾ നല്ലവെന്ന് പറയില്ല, നിങ്ങൾ ദുർബലനാണെന്നേ പറയുള്ളൂ. നിങ്ങളെ ദുർബലനാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചവിട്ടി താഴ്ത്തും. നെതന്യാഹു മുതൽ വ്ളാഡിമിർ പുടിൻ വരെ, ട്രംപ് അടക്കം ഇതേ കാര്യം തന്നെ ചെയ്യുന്നത്. റോബർട്ട് ഗ്രീനിന്റെ പ്രശസ്തമായ ബുക്കുണ്ട് 48 Laws of Power. അതിലൊരു നിയമമാണ് ക്രഷ് യുവർ എനിമി ടോട്ടലി. നിങ്ങളുടെ ശത്രുവിനെ പൂർണ്ണമായിട്ടും താർക്കുക, അടിച്ച് താഴ്ത്തുക, അവരെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പവർ ഗെയിമിന് ഒരു ബൈബിൾ തന്നെയുണ്ട്. നിക്കോളോ മക്യോലി എന്നൊരു രാജാവ് എഴുതിയ ദ പ്രിൻസ് എന്ന പുസ്തകം. അതിലൊരു ഭീകരമായ കോട്ടുണ്ട്. ഇഫ് ആൻ ഇഞ്ചുറി ഹാസ് ടു ബി ഡൺ ടു എ മാൻ, ഇറ്റ് ഷുഡ് ബി സോ സിവിയർ ദാറ്റ് ഹിസ് വെഞ്ചൻസ് നീഡ് നോട്ട് ബി ഫിയർഡ്. അതായത് ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ക്രൂരമായിരിക്കണം, എന്നാൽ അവൻ നിങ്ങളോട് പിന്നീട് പ്രതികാരം ചെയ്യാൻ അവൻ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ യുദ്ധങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതും. അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, ടു ഹാവ് അൾട്ടിമേറ്റ് വിക്ടറി യു മസ്റ്റ് ബി റൂത്ത്ലെസ്. അതായത് അത്യന്തികം വിജയം കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രൂരനായിരിക്കണം. അതായത് നിങ്ങൾ യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിച്ചാൽ അദ്ദേഹം നിസ്സഹായനായിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം വേണിച്ചാൽ ഭാവിയിൽ വേറെ ഒരു സൈന്യത്തെയും കൊണ്ടുവന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും, നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. തോറ്റ ശത്രുവിനോട് വെറും കരുണ കാണിച്ചുകൊണ്ട് മാത്രം സ്വന്തം നാക്ക് മുറിച്ചു കളയേണ്ടി വന്ന രാജാവിനെ പറ്റി നിങ്ങൾക്കറിയോ? ചൈന ഭരിച്ചിരുന്ന സിയാങ് വ്യൂ എന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ശത്രുവിനോട് കരുണ കാണിച്ചു. ഫലം ശത്രു ശക്തനായി വന്ന് അവനെ അടിയോടെ അങ്ങോട്ട് കൊന്നൊടുക്കുകയാണ് ചെയ്തത്. സിയാങ് യുങ്ങിന് ആത്മഹത്യ ചെയ്യേണ്ടിയും വന്നു. അതുകൊണ്ട് മാത്രമാണ് വ്ളാഡിമിർ പുടിൻ തന്റെ ശത്രുവിനോട് രണ്ടാമത് ഒരു ഓപ്ഷൻ കൊടുക്കാത്തത്. പുടിന്റെ ഏറ്റവും വലിയ ഡെഡ്ലി കോട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും. ടു ഫോർഗീവ് ദ ടെററിസ്റ്റ് ഈസ് അപ് ടു ഗോഡ് ബട്ട് ടു സെൻഡ് ദം അപ് ടു ഹിം. അതായത് തീവ്രവാദികൾക്ക് മാപ്പ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അവകാശം ദൈവത്തിനാണ്, പക്ഷെ അവരെ ദൈവത്തിന്റെ അടുത്തെത്തിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. 2023 പുടിന്റെ വിശ്വസ്തനായ യെവ്ഗെനി പ്രിഗോഷിൻ, അതായത് വാഗ്നർ ഗ്രൂപ്പിന്റെ ബോസ്, അതായത് ഒരു അട്ടിമറിക്ക് ശ്രമിച്ചു. മോസ്കോയിലേക്ക് ഒരു സൈന്യമായിട്ട് പ്രിഗോഷിൻ പോവുകയും ചെയ്തു. പക്ഷെ പ്രിഗോഷിൻ പിന്മാറി പുടിനായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് നീങ്ങുകയും ചെയ്തു. പുടിൻ അത് ഓക്കെ എന്നും പറഞ്ഞു. പഴയ ഉറ്റ സുഹൃത്തല്ലേ, പുടിൻ വെറുതെ വിട്ടു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ 2 മാസം കഴിഞ്ഞതും പ്രിഗോഷിനും തന്റെ കുടുംബവും വാഗ്നറിന്റെ ബോസുകളും ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആ ഫ്ലൈറ്റ് ആകാശത്ത് വെച്ച് ചാരമാവുകയാണ് ചെയ്തത്. ചർച്ച വെറും കെണി മാത്രമാണ്. ശത്രുവിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നാണ് പുടിന്റെ ശൈലി. ശത്രുവിനെ ചിന്തിക്കാനോ തിരിച്ചടിക്കാനോ ഒരു ഒറ്റ സെക്കൻഡ് പോലും കൊടുക്കാതെ എങ്ങനെ ആ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നത്? ഇസ്രായേലിലെ പവർ പ്ലെയറായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഇഫ് സംവൺ കംസ് ടു കിൽ യു റൈസ് അപ്പ് ആൻഡ് കിൽ ദം ഫസ്റ്റ്. ഈ ഫിലോസഫി വെച്ച് തന്നെയാണ് അദ്ദേഹം ആദ്യം ഹിസ്ബുള്ളയെ തകർത്തത്. ഹിസ്ബുള്ള എന്ന ശക്തനായ നേതാവിനെ തകർക്കാൻ മൊസാദും നെതന്യാഹുവും കൂടി എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ? ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള വാക്കി ടോക്കി മൊബൈൽ ഫോണും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഹാക്ക് ചെയ്ത് അതൊക്കെ സ്ഫോടനത്തിലൂടെ എല്ലാം നാമാവശേഷമാക്കി. അവർ വിചാരിച്ചത് തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് സുരക്ഷിതമാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ ഉള്ളിലാണ് സ്ഫോടനം നടത്തിയത്. ശത്രുവിന്റെ കയ്യിലുള്ള ഫോണ് തകർത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മാനസികമായിട്ട് തകർന്നു പോവുകയാണ് ചെയ്ത്. അങ്ങനെ മാനസികമായി തകരുമ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ നിർത്തിയൊന്നുമില്ല. അവരുടെ സുപ്രീമായ ഹസൻ നസ്രഹെ 80 ടൺ ബോംബ് അവിടെ വർഷിച്ചിട്ടാണ് അയാളെയും അയാളുടെ കുടുംബത്തെയും അയാളുടെ ആൾക്കാരെയും എല്ലാവരെയും നിലംപരിശാക്കിയത്. ഇറാനിൽ നടന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ആധുനിക ലോകത്ത് ശത്രുവിനെ തകർക്കാൻ തോക്കോ ബോംബോ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവനെ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒന്നും ഇല്ലാത്തവനാക്കി മാറ്റിയാൽ മാത്രം മതി. ഇതിന്റെ മാസ്റ്റർ പ്ലാനാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് എഴുതിയ പുസ്തകമുണ്ട് ഹൗ ടു ഗെറ്റ് റിച്ച്. ഡൊണാൾഡ് ട്രംപ് റോബർട്ട് കിയോസക്കിയും കൂടി എഴുതിയൊരു പുസ്തകം കൂടിയാണ് കേട്ടോ. ഇതൊരു ബിസിനസ് ബുക്കാണെന്ന് പറയും. പക്ഷെ ഇതിലൊരു ഡെഡ്ലി കോട്ട് ഉണ്ട്, ഇഫ് സംബഡി ഹിറ്റ്സ് യു ഹിറ്റ് ബാക്ക് 100 times ഹാർഡർ ഗോ ഫോർ ദ ജഗ്ലർ. ആരെങ്കിലും നിങ്ങളെ തല്ലിയാൽ തിരിച്ച് 100 മടങ്ങ് ശക്തിയിൽ തല്ലുക. അവരുടെ തൊണ്ടക്കുഴിക്ക് നോക്കിയിട്ട് തന്നെ അടിക്കുക. ട്രംപിന്റെ കരിയർ നോക്കൂ. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. റിയൽ എസ്റ്റേറ്റിലൂടെ പൈസ ഉണ്ടാക്കി, പൈസയിലൂടെ ഹോട്ടൽ ഉണ്ടാക്കി, ഹോട്ടലിലൂടെ വ്യഭിചാര പണി ചെയ്തു, അതിലൂടെ അധികാരം ഉണ്ടാക്കി. ഇപ്പൊ അധികാരത്തിൽ തുടർന്നും കൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിന് ശത്രുവിനെല്ലാം ഓരോന്നായിട്ട് ഇല്ലാതാക്കണം. കാരണം ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തവര്, കേസ് വായിച്ച വക്കീലമാര്, കേസ് വായിച്ച ജഡ്ജിമാര്, അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ ബിസിനസ്സിൽ കോട്ടം തട്ടിയവര് ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? അവരെ തല്ലുക കൊല്ലുക ഒന്നും ചെയ്തിട്ടില്ല. അവർക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തി,
വലിയ റാലി നടത്തി, ഇല്ലാ കഥകൾ മീഡിയയിലൂടെ പരത്തിയും കൊണ്ടിരുന്നു. ജനങ്ങളെ അവർക്കെതിരെ തിരിച്ചു. ട്രംപിനെതിരെ നിന്നവര് ഇപ്പൊ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എവിടെയുമില്ല. എന്നാൽ ഈ നിയമത്തിന്റെ അവസാനം റോബർട്ട് ഗ്രീനി പറയുന്ന ഒരു അൾട്ടിമേറ്റ് ട്വിസ്റ്റ് ഉണ്ട്. എപ്പോഴും ശത്രുവിനെ നമ്മുടെ കൈകൊണ്ട് നശിപ്പിക്കണം എന്നില്ല. അവർക്ക് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ചെറിയ പഴുതൊക്കെ എന്തായാലും കൊടുക്കണം. അതായത് പണ്ട് പോക്കരിയിൽ വിജയ് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഷട്ടർ കൊഞ്ച് തുറന്നു കഴിയുമ്പോ സാർക്ക് ഓർഡർക്ക് വസതിയായിരിക്കും. അതുപോലെ അതേ സീന് കാർ ഡോർ കുറച്ച് തുറന്നു കഴിയുമ്പോ സാർക്ക് ഓർഡർക്ക് വസതിയായിരിക്കും എന്ന് ബ്ലാസ്റ്റില് പ്രീതി മൂന്നനും പറയുന്നുണ്ട്. കാരണം ഒരു ശത്രുവിനെ ഒരു കോണിലേക്ക് നിങ്ങൾ മാറ്റി നിർത്തിയുണ്ടല്ലോ, അവർ തിരിച്ചടിക്കാൻ ഒരു മൃഗങ്ങളെ പോലെ പെരുമാറും. അതിനു പകരം അവന് രക്ഷപ്പെടാൻ ഒരു വഴി കൊടുക്കുക. അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ, ഓടിയും കൊണ്ടിരിക്കുമ്പോൾ അവൻ തളരും. മാനസികമായിട്ട് തളർന്ന് അവൻ തന്നെ അവന്റെ നാശത്തിനും കാരണമാകും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവനെ നിങ്ങളുടെ കാലിന്റെ ചോട്ടിലിരുന്ന് ചതച്ചരയ്ക്കുക. അല്ലെങ്കിൽ അവൻ മാനസികമായിട്ട് സ്വയം തകരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിണ്ടാണ്ട് അവനെ നോക്കിയും കൊണ്ടിരിക്കുക. അത് കണ്ട് പുഞ്ചിരിക്കുക. പവർ ഗെയിമില് നിങ്ങൾക്ക് അധികാരം നിർത്താൻ വേറെ വഴിയൊന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞ ഈ ലോകത്ത് നടക്കുന്ന പച്ചയായ സത്യങ്ങളാണ്. ഇത് നമ്മൾ എപ്പോഴും കാണുന്നുമുണ്ട്. അധികാരമുള്ളവരടുത്ത് മാത്രമല്ല, താഴെക്കിട ജനങ്ങളും ഇത് ചെയ്യാറുണ്ട്. പക്ഷെ അധികാരത്തിലുള്ള ആളെ തൂക്കിലേറ്റാൻ ആരുമില്ല. ജനങ്ങളാണെങ്കിൽ ജയിലിൽ കിടക്കുകയും ചെയ്യും. ഈ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമോ? നിങ്ങൾ ഇങ്ങനൊരു ചിന്താഗതിക്കാരനാണോ? എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അത് എഴുതാൻ മറക്കണ്ട.